പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ വന്ന് താമസിക്കാൻ കൊതിക്കുന്നൊരു വീട്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വീടിനെ കുറിച്ച് പിന്നീട് വന്നിട്ടുള്ള പല വിശുദ്ധന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. ഈശോ വന്ന് താമസിക്കാൻ കൊതിച്ച ഒരു വീട്, കൊതിക്കുന്നൊരു വീട്. കാരണം ആ വീട്ടിലുള്ളവരെല്ലാവരും വിശുദ്ധന്മാർ. ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അപ്പൻ്റെയും അമ്മയുടെയും ഓർമ്മയാണ്. വിശുദ്ധ ലൂയി മാർട്ടിനും സെലിഗ്വരിനും വിശുദ്ധരായിട്ടുള്ള ദമ്പതികൾ എന്നറിയപ്പെടുന്നത്. അമ്മ ഇങ്ങനെ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടാണ് പോയത്. പിന്നീടും ഈ ലോകം ആ കുഞ്ഞുങ്ങളുടെ മേലേക്ക് തങ്ങളുടെ തിന്മകൾ ആയി കാത്തു നിൽക്കുമ്പോൾ അവർക്ക് മീതെ ഒരു സംരക്ഷണത്തിൻ്റെ വിശുദ്ധമായ കവചമായിട്ട് അപ്പൻ നിൽക്കുന്നുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം മുട്ടിന്മേൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന അപ്പനാണ്. അമ്മയുടെ മരണസമയത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് അമ്മ ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ലെങ്കിലും ഒരു വിശുദ്ധയുടെ മരണം എന്ന കണക്കാണ് കൊച്ചുത്രേസ്യ പുണ്യവതി ഓർത്തെടുക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം ഇങ്ങനെ സമർപ്പിത ജീവിതത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് ഒക്കെ സ്വയം സമർപ്പിക്കാനായിട്ട് മനസ്സായവർ. നിങ്ങൾ അനേകം കുരുവുകളേക്കാൾ വിലയുള്ളവരാണല്ലോ. തമ്പുരാൻ തന്ന ജീവിതം അത് പ്രൈസ്ലെസ് ആണെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ തമ്പുരാനെ ഇഷ്ടമുള്ള വിധത്തിൽ ജീവിച്ചുകൊണ്ട് ഇങ്ങനെ കൊതിപ്പിക്കുന്ന ജീവിതം ജീവിക്കുന്ന മനുഷ്യർ. ഒരു കുടുംബം മുഴുവനുള്ള കാര്യമാണ് പറയണത്. നമുക്കൊന്ന് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. കർത്താവ് ഇത്രയേറെ കരുതുമ്പോൾ നിൻ്റെ ഓരോ തലമുടിയുടെ നാര് പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ കർത്താവ് ഇന്നത്തെ വചനത്തിൽ പറയുമ്പോൾ അത്രയ്ക്കും ശ്രദ്ധയോടും കരുതലോടും കൂടെ നമ്മളെ കരം പിടിച്ച് നടത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധാലുക്കളാവണ്ടേ. തമ്പുരാൻ്റെ ആ ഒരു മകനെന്ന മകളെന്ന ആ ഒരു വിശുദ്ധമായ വഴിയിൽ നിന്നൊരിത്തിരി പോലും മാറിപ്പോവാതെ ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വചനം പറയണ കാര്യമാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. നമ്മുടെ മനസ്സ് ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ചിന്തകൾ ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ സംസാരങ്ങൾ ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? പുറത്തിറങ്ങിയ കുടുംബത്തെ നോക്കി ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് നോക്ക്. എൻ്റെ കുടുംബം ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? വിശുദ്ധര് വസിക്കുന്നൊരു കൂടാരം കണക്കി അത് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അശുദ്ധിയുടെ ഒരിടമായിട്ട് മാത്രം അത് നിലനിൽക്കുന്നുണ്ടോ? കർത്താവിനെ പ്രസാദിപ്പിക്കാത്ത, തിളക്കമില്ലാത്ത നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ വിളിക്കനുസരിച്ച് ജീവിച്ച് ഇങ്ങനെ വിശുദ്ധിയുടെ തിളക്കം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രഭാപൂർണമാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മക്കൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പനെ അമ്മയെയൊക്കെ കുറിച്ചൊക്കെ ഇതുപോലെ ആലോചിച്ചെടുക്കാൻ, വിശുദ്ധരായിരുന്നു എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നൊക്കെ പറയണ വിധത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, ഗൾഫിൽ നിന്ന് വരുന്ന മകൻ അപ്പന് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനം നല്ലൊരു കുപ്പിയാണ്, മദ്യക്കുപ്പി. മനസ്സിലാവണില്ല എവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോയതെന്ന്. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി. സാത്താൻ ഇങ്ങനെ കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്ന, അവൻ്റെ സ്വന്തമാക്കാനായിട്ട് എല്ലാ അശുദ്ധതകളിലൂടെയും ഇങ്ങനെ വഴി കാണിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ അവന് സ്വന്തമായും അടിമകളായും മാറിക്കൊണ്ടിരിക്കുന്ന, അവൻ്റെ സാമ്രാജ്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് ഇതുപോലെ വിശുദ്ധരായ മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൻ കീഴിൽ നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ വിശുദ്ധിയുടെ കൂടാരങ്ങളായി, ദൈവാലയങ്ങളായി തീരട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ പ്രത്യേകിച്ച് അപ്പനെ അമ്മയൊക്കെ ഒന്ന് സമർപ്പിക്കുക. മക്കൾക്കൊക്കെ ഇതുപോലെ വിശുദ്ധ മാർട്ടിനെ പോലെയും വിശുദ്ധ സെലിഗ്വരിനെ പോലെയും ഒക്കെ മാതൃക കാണിക്കുന്ന പ്രാർത്ഥനയുടെ മനുഷ്യരായി, വലിയ വിശുദ്ധിയുടെ വഴികാട്ടികളായി, വിശുദ്ധ ജീവിതത്തിലേക്കുള്ള പ്രകാശങ്ങളായിട്ടൊക്കെ നിൽക്കാൻ നമ്മുടെ അപ്പനെ അമ്മയൊക്കെ ഒന്ന് സഹായിക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ചില നേരങ്ങളിൽ
ഇവർ നമ്മളോട് പറയുന്ന ചില വാക്കുകൾക്ക് മുൻപിൽ നമ്മളിങ്ങനെ മിണ്ടാട്ടം വിട്ടി അനങ്ങാതെ നിന്ന് പോകാറുണ്ട്. ചില കാര്യങ്ങളിൽ അവർ നിർബന്ധം പിടിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ബലം പിടിക്കാറില്ല. ഇവരുടെ ഒരു നിർബന്ധമൊക്കെ ഇതുപോലെ കുടുംബത്തെ വിശുദ്ധിയുടെ ദൈവാലയങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാലം കഴിയുമ്പോൾ നമ്മുടെ അപ്പനെയും അമ്മയെയും ലോകം വിശുദ്ധരായിട്ടുള്ള അപ്പനെന്നും വിശുദ്ധരായിട്ടുള്ള അമ്മയെന്നും വിശുദ്ധരായിട്ടുള്ള ദമ്പതികളെന്നും ഒക്കെ ഓർത്തെടുക്കുന്ന വിധത്തിൽ കർത്താവെ അവരെ കുടുംബത്തെ വിശുദ്ധിയിലൂടെ നയിക്കാൻ വേണ്ട കൃപ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയുടെ വിളനിലയങ്ങളാക്കി മാറ്റണമേ എന്ന്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള തെളിച്ചത്തിൽ ജീവിക്കാൻ ഇനിയെങ്കിലും ഞങ്ങൾക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകണമേ എന്ന പരസ്പരമുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കിടക്കകളിലേക്ക് കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.